ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് എന്താണ് മെഷീൻ ലേണിംഗ് അല്ലെ? മെഷീൻ എങ്ങനെയൊക്കെയോ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് മെഷീൻ പഠിക്കുന്നത് എന്നുള്ളൊരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ നോക്കുന്നത്. ആദ്യം തന്നെ മെഷീൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിന് മുന്നേ നമ്മളെങ്ങനെയാണ് ഹ്യൂമൻസ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ടും ഹ്യൂമൻസ് രണ്ട് രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന് ബൈ ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഷെർലോക്ക് ഹോംസ് സിനിമകളൊക്കെയാണ്. നമ്മളതാണ് കണ്ട് പരിചയിച്ചിട്ടുള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പുതിയൊരു സിറ്റുവേഷൻ ആണ്, അതാണ് ക്രൈം സീന്. ആ ക്രൈം സീനിലേക്ക് നമ്മുടെ കഥാനായകൻ വരുന്നു. ആദ്യം പോലീസുകാർ വരും കേട്ടോ. പോലീസുകാർ നോക്കിയിട്ട് വലിയ തുമ്പും തെളിവൊന്നും കിട്ടില്ല. പിന്നീടാണ് നമ്മുടെ ഷെർലോക്ക് ഹോംസ് വരുന്നു. അദ്ദേഹം അവിടെ പരിശോധിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരുപാട് തെളിവുകൾ കിട്ടുകയാണ്. ഒരു സിഗരറ്റ് കുറ്റിയൊക്കെ എടുത്തിട്ട് പുള്ളി നേരെ ആരാണ് കുറ്റവാളി എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കും. കുറച്ച് അതിശോക്തി കലർത്തി പറഞ്ഞതാണെങ്കിലും ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലോജിക്കൽ റീസണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്. എന്താണ് അനുഭവങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. ആദ്യം നമ്മൾ ശ്രമിച്ചു നോക്കുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും ശ്രമിക്കുന്നു. അങ്ങനെ പരാജയപ്പെട്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ ആ വിചാരിച്ച കാര്യം എന്താണോ അത് ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുന്നു. ഇതാണ് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം പഠിക്കുന്നതും പിന്നീട് ഈ ഒരു അപ്രോച്ചാണ്. ലോജിക്കൽ റീസണിങ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ കൂടുതലും നമ്മൾ പഠിക്കുന്നത് ഈ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് മുഖേനയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഓർമ്മകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആദ്യം ചെയ്യുന്നു, അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയാണ് നിങ്ങൾ അത് രണ്ടാമത് ചെയ്യുമ്പം അത് കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ മിസ്റ്റേക്കുകൾ എന്നുള്ള ഒരു ഓർമ്മയാണ് ശരിക്കും നിങ്ങളുടെ പിന്നീട് ആ കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ള ചോദ്യത്തിലേക്ക് വരാം. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. കമ്പ്യൂട്ടേഴ്സ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയാണ്. എങ്ങനെ? ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് എന്ന വാക്കിന് നമ്മുടെ എക്സ്പീരിയൻസും കമ്പ്യൂട്ടറിന്റെ എക്സ്പീരിയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ മെമ്മറീസ് ആണ്, നമ്മുടെ ഒരുപാട് ഐറ്ററേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ കമ്പ്യൂട്ടറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടുക്കുന്ന ഡാറ്റയും അതിന്റെ സെർച്ചുമാണ് ഇവിടെ അതിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഹ്യൂമൻസ് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഡാറ്റ. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് എന്നുള്ള വാക്കിന് പകരം നമ്മൾ നേരെ റീപ്ലേസ് ചെയ്യുന്ന വാക്ക് ഏതാണ്? ഡാറ്റ എന്നാണ്. അപ്പൊ ഈ ഡാറ്റ വെച്ചിട്ട് എന്താ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഡാറ്റ കുറെ കമ്പ്യൂട്ടർ പരിശോധിക്കും. കമ്പ്യൂട്ടറിന് അതിന് പൊതുവായിട്ടുള്ള വല്ല നിയമങ്ങൾ കിട്ടുമോ എന്ന് നോക്കും. എന്താണ് ആ പൊതു നിയമം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണക്ഷൻസ് ഈ ഡാറ്റയ്ക്ക് വെച്ച് കിട്ടും എന്നുള്ളതാണ് കമ്പ്യൂട്ടർ നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നതിന് അതിന്റെ ടെർമിനോളജി എന്ന് പറയുന്നത് മോഡൽസ് എന്നാണ്. ദ റൂൾസ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ടു മേക്ക് ഡിസിഷൻസ് ആർ കോൾഡ് മോഡൽ. അപ്പൊ ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പൊതുവെ നമ്മൾ നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ ലാംഗ്വേജിൽ പറയുന്നതാണ് മോഡൽസ് എന്നുള്ളത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീൻസ് ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്. ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് പല തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാക്കുന്നത്. കമ്പ്യൂട്ടേഴ്സിന് എന്താണ് ചെയ്യുന്നത്? അതിന് പകരം കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡാറ്റയാണ്. അപ്പൊ ആ ഡാറ്റ വെച്ചിട്ട് കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത്? മോഡൽസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് മോഡൽസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോഡൽസ് എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ വെച്ച് പരിശോധിച്ച് അതിൻ്റെ അകത്ത് എന്നുള്ള കുറച്ച് പൊതു നിയമങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് കമ്പ്യൂട്ടർ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് മോഡൽസ് എന്ന് പറയുന്നത്. എന്താണ് മെഷീൻ ലേണിംഗ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. എൻജോയ് AI ലേണിംഗ്.